ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടി. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടു. കേരള നിയമസഭ പാസാക്കിയ ബില്ല് ഗവർണർ ഒരു വർഷത്തിലധികം ഒപ്പിടാതെ പിടിച്ചുവച്ചിരുന്നു. ഈ ബില്ലിനാണിപ്പോൾ രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ലോക്പാൽ ബില്ലിന് സമാനമെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിട്ടത്. 2022 ഓഗസ്റ്റ് മാസത്തിലാണ് കേരള നിയമസഭ ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് പാസാക്കിയത്. തുടർന്ന് സെപ്റ്റംബർ ആദ്യം ഗവർണർക്ക് അയച്ചു. എന്നാൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതുൾപ്പെടെയുള്ള ബില്ലുകൾ ഒപ്പിടാതെ പിടിച്ചുവെച്ചു. തുടർന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. കേരളത്തിന്റെ ഹർജി പരിഗണിക്കവേ പഞ്ചാബ് കേസിലെ വിധി വായിച്ചു നോക്കൂ എന്ന് കേരള ഗവർണറോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ വിമർശനമുയർന്ന ഘട്ടത്തിൽ കേരളത്തിന്റെ ഹർജി സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നതിന്റെ തലേന്നാണ് ഗവർണർ ലോകായുക്ത നിയമ ഭേദഗതി ഉൾപ്പെടെ 7 ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ടത്. 2023 നവംബർ 28-ന് രാഷ്ട്രപതിക്ക് അയച്ച ബില്ലിലാണ് 3 മാസത്തിനകം രാഷ്ട്രപതി അംഗീകാരം നൽകിയത്. ബില്ലുകളുടെ കാര്യത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേറ്റ കനത്ത തിരിച്ചടി കൂടിയായി ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിനുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.